അപ്പോൾ തന്നെ ഇതുപോലത്തെ 4 ഈക്വൽ പീസസ് എടുക്കുന്നു. അതിന് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പായിട്ട് ഫോൾഡ് ചെയ്യുന്നു സെൻറ്ററിൽ നിന്ന്. പിന്നെ ഒന്നുകൂടെ പ്രാവശ്യം 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുന്ന ഒരു സ്ക്വയർ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ മാർക്കിംഗ് കിട്ടും. പിന്നെ ബാക്ക് സൈഡിനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യണം ഇതുപോലെ. പിന്നെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലത്തെ സ്ട്രക്ചർ കിട്ടും. ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഒന്നിടത്ത് ഒന്ന് ഫിക്സ് ചെയ്യണം. നിങ്ങൾ ഗ്ലൂ വെച്ച് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇച്ചിരി സ്ട്രോങ് ആയിരിക്കും. അപ്പം ഞാനത് ഫിക്സ് ചെയ്തു. രണ്ടാമത്തെ പീസും ഫിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ നാലെണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റും പിന്നെ നമ്മൾ ലാസ്റ്റ് പീസിന് ഒരുമിച്ച് ഇതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്വയർ റൗണ്ട് ഷേപ്പ് കിട്ടും നിങ്ങൾക്ക്. കണ്ട ഒരു സ്ക്വയർ തന്നെ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 5 കളേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ബോട്ടം പീസ് നിങ്ങൾ ഒന്നും കൂടി സ്ക്വയർ എക്സ്ട്രാ എടുക്കണം. ഇതുപോലെ സെൻറ്ററിലോട്ട് ഫോൾഡ് ചെയ്യണം. ഗ്ലൂ വെച്ച് ബോട്ടം പീസിൻ്റെ താഴോട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യണം. കണ്ട അപ്പോൾ അതൊരു ബേസായി കിട്ടും നമുക്ക്. നമ്മളിനി ഏതെങ്കിലും സിമിലർ സ്ട്രക്ചർ എടുത്ത് അതിൻ്റെ മേലോട്ട് ഒന്ന് വെച്ച് നോക്കണം. ഇത് പെർഫെക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. പിന്നെ എന്താ ഗ്ലൂ വെച്ച് അത് മുട്ടിക്കണം അകത്തോട്ട്. ഇതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടി എടുത്ത് അതിൻ്റെ മേലോട്ടും അതുപോലെ സെയിം സ്റ്റൈലിൽ തന്നെ ഫിക്സ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് എത്ര ലെയർ ഉണ്ട് അത് ഫിക്സ് ചെയ്യണോ. ഞാൻ 5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5 ഡിഫറെൻറ്റ് കളർ. ഇതിൻ്റെ ലാസ്റ്റ് ലെയറാണ് റെഡ്. ഇത് അതിൻ്റെ മേലോട്ട് ഫിക്സ് ചെയ്തു. ഇതാ നമ്മളുടെ സ്റ്റാൻഡ് ഇങ്ങനെ റെഡിയായി. ഉള്ളിലോട്ട് പെന്ന് വെച്ച് തരണം. കാണാതെ ഇതുപോലെ ഇരിക്കും.